ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് റമദാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടോക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ആ ഒരു ബട്ടർ നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ബട്ടറൊക്കെ മെൽറ്റായപ്പോൾ അതിലേക്ക് 3 മീഡിയം സൈസിലുള്ള വലിയുള്ളി ചോപ്പ് ചെയ്തതും അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചോപ്പ് ചെയ്തതും, ക്യാപ്സിക്കം റെഡോ യെല്ലോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു തക്കാളിയുടെ പകുതിയും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം പറഞ്ഞാൽ നല്ല വന്ന് നല്ലോണം ഇങ്ങനെ ഉടഞ്ഞ് വരണ്ട കേട്ടോ. ഈ ഒരു ഇതിൽ മതി. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയും അതുപോലെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണ് സോയാ സോസും അതുപോലെ ഒരു 3 ടേബിൾ സ്പൂണ് പിസ്സ സോസും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നോർമലായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കന് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതാ മസാലയും ചിക്കനും എല്ലാതും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിക്കണ്. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടോ. ഇവിടെ ഞാൻ 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ലോണം വേവിച്ചിട്ട് ഉടച്ചെടുത്തിക്കണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും മസാലയും ഒക്കെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തുക്കണേ. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ഒരു 2 മുട്ട ബീറ്റ് ചെയ്തത് എടുത്ത് വെച്ചിക്കണേ. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിക്കണേ. ഇനിയിപ്പോൾ ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ആ ഒരു മസാല അതുപോലെ ബോളാക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ചീസായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതൊന്ന് ബോളാക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ അത് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ അങ്ങനെ ബ്രെഡ് ക്രംസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇനിയിപ്പോൾ എല്ലാതും നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാതും റെഡിയാക്കിയിട്ട് എടുത്തിക്കണേ. അപ്പോൾ ഇത് നമുക്ക് ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ഒരാഴ്ചയൊക്കെ നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ റമദാനിലൊക്കെ നമുക്ക് അങ്ങനെ എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. ഇനിയിപ്പോൾ ഇത് നല്ല ചൂടായ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ലോണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിക്കണ്. ഉള്ളിൽ നല്ല ചീസായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.